Hi students, നമ്മുടെ ACCA മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു റിവിഷൻ സീരീസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ റിവിഷനും അതുപോലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സ്റ്റഡി ഹബ് ക്വസ്റ്റ്യൻസും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്ലാസ്സസ് കണ്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ആ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് ഈ ഒരു ക്ലാസ്സസ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സസ് കണ്ടിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ്, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. I am Anjaly Peter, your ACCA faculty, and welcome to Entri Commerce Pro. Okay, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് കുറച്ച് കോസ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബേസിക് ടേംസ് ആണ്. ഫസ്റ്റ് വരുന്നതാണ് കോസ്റ്റ് യൂണിറ്റ്. എന്താണ് കോസ്റ്റ് യൂണിറ്റ്? എ യൂണിറ്റ് യൂസ് ടു മെഷർ കോസ്റ്റ്. കോസ്റ്റ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു പെൻ മാനുഫാക്ചർ ചെയ്യുന്നൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക ഓരോ പെന്നിൻ്റെ ആയിരിക്കും, അതായത് പെർ യൂണിറ്റ് ആയിരിക്കും അവിടെ കോസ്റ്റ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന യൂണിറ്റ്. ഇനി ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു സ്കൂളാണെന്ന് വിചാരിക്കാം, അവിടെ പെർ സ്റ്റുഡൻ്റ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അവർ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ് പെർ സ്റ്റുഡൻ്റ് ആണ്. ഇനി ഒരു പെയിൻറ്റ് മാനുഫാക്ചറിങ് ആണെങ്കിൽ അവിടെ പെർ ലിറ്റർ ആയിരിക്കും നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, അത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ ഏത് യൂണിറ്റിലാണോ കോസ്റ്റിനെ മെഷർ ചെയ്യുക അതിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ് ഒബ്ജക്റ്റ്. എനി ആക്ടിവിറ്റി ഫോർ വിച്ച് കോസ്റ്റ് ആർ മെഷർഡ്. എന്തിനാണോ നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഏത് ആക്ടിവിറ്റിക്കാണോ നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ്, അതിനെ നമുക്ക് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കോസ്റ്റ്. അതുപോലെ ഇപ്പോൾ സർവീസ് ആണെങ്കിൽ ഓരോ സർവീസിനും നമ്മൾ സെപ്പറേറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏത് ആക്ടിവിറ്റിക്കാണോ നമ്മൾ സെപ്പറേറ്റ് കോസ്റ്റ് മെഷർ ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, ആ ഒരു ആക്ടിവിറ്റിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നൊരു കോൺസെപ്റ്റ് ആണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. അസൈൻ കോസ്റ്റ് ടു മാനേജേഴ്സ് ബേസ്ഡ് ഓൺ ദ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് പല ഏരിയാസ് ഉണ്ടായിരിക്കും. പ്രൊഡക്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, സെല്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഓരോ ഏരിയയ്ക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ആൻസറബിൾ ആയിട്ടുള്ളൊരു മാനേജർ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഗനൈസേഷനിലെ പല ആക്ടിവിറ്റീസിനെ പല ഏരിയാസായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ ആക്ടിവിറ്റീസിനും അല്ലെങ്കിൽ ഓരോ ഏരിയയ്ക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മാനേജറെ അപ്പോയിൻറ്റ് ചെയ്ത് നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ കോസ്റ്റ് അസൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഇനി ആ ഒരു മാനേജറുടെ അണ്ടറിലുള്ള ഏരിയ, ഒരു മാനേജർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി, ആ ഒരു സോണിനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് വിളിക്കുക. ആൻഡ് ഏരിയ വേർ എ മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ പെർഫോമൻസ്. അപ്പോൾ ആ ഒരു മാനേജർ, ഇപ്പോൾ സെയിൽസ് മാനേജർ ആണെങ്കിൽ സെല്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അയാളായിരിക്കും ആൻസറബിൾ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു മാനേജറുടെ അണ്ടറിൽ അയാൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആ ഒരു ഏരിയയുടെ പെർഫോമൻസിന് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പെർഫോമൻസിന് ആ ഒരു മാനേജർ റെസ്പോൺസിബിൾ ആയിരിക്കും. അതിനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു റെസ്പോൺസിബിലിറ്റി സെൻറ്ററിനെ നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 4 ക്ലാസിഫിക്കേഷൻസ് അവിടെ വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ, കോസ്റ്റ് സെൻറ്റർ, റവന്യൂ സെൻറ്റർ. ഫസ്റ്റ് വരുന്നതാണ് കോസ്റ്റ് സെൻറ്റർ. പേര് പോലെ തന്നെ റെസ്പോൺസിബിൾ ഫോർ ജനറേറ്റിംഗ് കോസ്റ്റ്, നോട്ട് റവന്യൂ ഓർ പ്രോഫിറ്റ്. ഒരു കോസ്റ്റ് സെൻറ്ററിലെ മാനേജർ എന്തിനു മാത്രമേ റെസ്പോൺസിബിൾ ആകുന്നുള്ളൂ? കോസ്റ്റിന് മാത്രമേ റെസ്പോൺസിബിൾ ആകുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെ റവന്യൂ ഇല്ല, സെയിൽസ് ഇല്ല, റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എക്സ്പെൻസ് മാത്രമാണ് വരുന്നത്. ആ ഒരു എംപ്ലോയീസിന് സാലറി കൊടുക്കണം, ബാക്കിയുള്ള എക്സ്പെൻസുകൾ. അപ്പോൾ അവിടുത്തെ കോസ്റ്റിന് മാത്രമാണ് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ, ആ ഒരു വിങ്ങിൻ്റെ മാനേജർ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാനേജർ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ മാത്രമാണ് റെസ്പോൺസിബിൾ, കോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ആൻസറബിൾ എങ്കിൽ എന്തെന്ന് വിളിക്കാം? ആ ഒരു സെൻറ്ററിനെ നമുക്ക് കോസ്റ്റ് സെൻറ്റർ എന്ന് വിളിക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് റവന്യൂ സെൻറ്റർ. റെസ്പോൺസിബിൾ ഫോർ ജനറേറ്റിംഗ് റവന്യൂ, നോട്ട് കോസ്റ്റ്.
കോസ്റ്റ് സെൻറ്റർ മാനേജേഴ്സ് കോസ്റ്റിന് മാത്രമാണ് റെസ്പോൺസിബിൾ എങ്കിൽ റവന്യൂ സെൻറ്റർ മാനേജേഴ്സ് എന്തിനു മാത്രമായിരിക്കും റെസ്പോൺസിബിൾ? റവന്യൂവിന് മാത്രമായിരിക്കും റെസ്പോൺസിബിൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ സെയിൽസിൻ്റെ ഹെഡായിട്ടുള്ള മാനേജർ ആളെ സംബന്ധിച്ച് എന്തിനാണ് റെസ്പോൺസിബിൾ? സെയിൽസ്, ആ ഒരു റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിന്, റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നതിൽ ഡിക്രീസ് ചെയ്യുന്ന അതിനൊക്കെ ആയിരിക്കും അയാൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ റവന്യൂവിന് മാത്രമാണ് ആൻസറബിൾ. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ കോസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇയാൾ ആൻസറബിൾ അല്ല. റവന്യൂവിന് മാത്രമാണ് ആൻസറബിൾ എങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? റവന്യൂ സെൻറ്റർ എന്ന് വിളിക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രോഫിറ്റ് സെൻറ്റർ. പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ എന്താ പ്രോഫിറ്റ്? റവന്യൂ മൈനസ് കോസ്റ്റ് ആണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് സെൻറ്റർ മാനേജേഴ്സ് എന്തിനു റെസ്പോൺസിബിൾ ആയിരിക്കും? റവന്യൂവിനും കോസ്റ്റിനും റെസ്പോൺസിബിൾ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രോഫിറ്റ് സെൻറ്റർ എന്ന് വിളിക്കാം. ദെൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി, അവർക്കിപ്പോൾ 3 ഡിവിഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോ ഡിവിഷൻ്റെയും മാനേജർ എന്തായിരിക്കും? ആ ഒരു ഡിവിഷനിലെ സെയിൽസിനും കോസ്റ്റിനും എക്സ്പെൻസിനും എല്ലാം ആൻസറബിൾ ആയിരിക്കും. അപ്പോൾ റവന്യൂവിനും കോസ്റ്റിനും റെസ്പോൺസിബിൾ ആണ്, ആൻസറബിൾ ആണെങ്കിൽ ആ ഒരു സെൻറ്ററിനെ നമുക്ക് പ്രോഫിറ്റ് സെൻറ്റർ എന്ന് വിളിക്കാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിന് ആൾ റെസ്പോൺസിബിൾ ആണ്, അതിൽ ഇൻവോൾവ് ആണെങ്കിൽ ആ ഒരു സെൻറ്ററിനെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് വിളിക്കാം. റെസ്പോൺസിബിൾ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് ആൻഡ് റവന്യൂ മെഷേർഡ് ബൈ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററിലെ മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ അയാൾ കോസ്റ്റിന് റെസ്പോൺസിബിൾ ആണ്, റവന്യൂവിന് റെസ്പോൺസിബിൾ ആണ്, പ്രോഫിറ്റിന് റെസ്പോൺസിബിൾ ആണ്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിനോട് റെസ്പോൺസിബിൾ ആകുമ്പോൾ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് വിളിക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററിൻ്റെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അൺകൺട്രോളബിൾ കോസ്റ്റും കൺട്രോളബിൾ കോസ്റ്റും. അൺകൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോസ്റ്റ് മാനേജറുടെ കൺട്രോളിലായിരിക്കില്ല. കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാനേജർക്ക് ആ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് കൺട്രോളബിൾ കോസ്റ്റ് എന്ന് വിളിക്കാം. ദെൻ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് കോസ്റ്റ് കാർഡ്. എന്താണ് ഈ കോസ്റ്റ് കാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോസ്റ്റ് കാർഡ് ഈസ് എ റെക്കോർഡ് ഓഫ് കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിങ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫോർ 1 യൂണിറ്റ് ഓഫ് പ്ലാൻ പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയാണ് അല്ലെങ്കിൽ സർവീസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര കോസ്റ്റ് വരും, അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ ടോട്ടൽ ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാം കോസ്റ്റുകൾ വരും? ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ സ്പ്ലിറ്റപ്പ് ഉണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ടാകും, ലേബർ കോസ്റ്റ് ഉണ്ടാകും, മറ്റ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസുകൾ വരുന്നുണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ളൊരു സ്പ്ലിറ്റപ്പ് കാണിച്ച് കംപ്ലീറ്റ് ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ കോസ്റ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് കാർഡിൻ്റെ ഫോർമാറ്റ് വരുന്നത് ഇതാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് കാണിക്കുന്നു? ഡയറക്റ്റ് മെറ്റീരിയൽ കാണിക്കുന്നു. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ്. ഇതിൻ്റെ ടോട്ടലായിട്ട് നമുക്ക് വരുന്നതാണ് പ്രൈം കോസ്റ്റ്. ദെൻ അതിൻ്റെ കൂടെ നമുക്ക് വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വേരിയബിൾ കോസ്റ്റ് പ്രൊഡക്ഷൻ. ദെൻ അതിൻ്റെ കൂടെ ഫിക്സഡ് ഓവർഹെഡ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കിട്ടും. ദെൻ നോൺ പ്രൊഡക്ഷൻ ഓവർഹെഡ് കൂടെ ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫോർമാറ്റ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എക്സാമ്പിൾ പോലെ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ടേംസ് ഒക്കെ നിങ്ങൾക്ക് മേ ബി ഫെമിലിയർ ആയിരിക്കില്ല. അപ്പോൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ്. ഈ ഓരോ കോസ്റ്റുകളും എന്താണ്, ആ ഒരു കോസ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ കോസ്റ്റിനെ നമുക്ക് മെയിൻലി 4 ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ബൈ എലമെൻറ്റ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, നേച്ചർ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാം, ബൈ ഫങ്ഷൻ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും, ബൈ ബിഹേവിയർ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന ക്ലാസിഫിക്കേഷൻ ബൈ എലമെൻ്റ് ആണ്. എലമെൻറ്റിനെ വെച്ചിട്ട് നമുക്ക് കോസ്റ്റിനെ മെയിനായിട്ട് 3 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് വരുന്നുണ്ട്, ലേബർ കോസ്റ്റ് വരുന്നുണ്ട്, എക്സ്പെൻസുകൾ വരുന്നുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് ഓൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പർച്ചേസ് ഫോർ പ്രൊഡക്ഷൻ ഓർ നോൺ പ്രൊഡക്ഷൻ. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അത് ചിലപ്പോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ടായിരിക്കും, നമ്മുടെ റോ മെറ്റീരിയൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നോൺ പ്രൊഡക്ഷൻ,
ഇപ്പോൾ സ്റ്റേഷനറി മെറ്റീരിയൽസ് ആയിരിക്കും, ക്ലീനിങ് മെറ്റീരിയൽസ് ആയിരിക്കും, അല്ലെങ്കിൽ മിഷൻ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ലേബർ കോസ്റ്റ്. ഓൾ സ്റ്റാഫ് കോസ്റ്റ് റിലേറ്റ്സ് ടു എംപ്ലോയീസ്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് വർക്കേഴ്സ് എംപ്ലോയീസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആണ് ഈ ഒരു ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ എംപ്ലോയി കോസ്റ്റിൽ വരുന്നത്. അത് ചിലപ്പോൾ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് കൊടുക്കുന്ന വേജസ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷനിൽ ഓഫീസ് സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി ആകാം, ചിലപ്പോൾ പെർമനൻറ്റ് എംപ്ലോയീസിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആകാം, അല്ലെങ്കിൽ ടെമ്പററി എംപ്ലോയീസിന്, കോൺട്രാക്ട് എംപ്ലോയീസിന്, ഇങ്ങനെ നമ്മൾ നമ്മുടെ എംപ്ലോയീസിനും വർക്കേഴ്സിനുമായിട്ട് കൊടുക്കുന്ന റെമ്യൂണറേഷൻ എല്ലാം നമുക്ക് വരുന്നത് ഈ ഒരു ലേബർ കോസ്റ്റ് എന്ന ക്ലാസിഫിക്കേഷനിലാണ്. ദെൻ നെക്സ്റ്റ് ഈ മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും അല്ലാതെ നമുക്ക് വരുന്ന ബാക്കിയുള്ള എല്ലാ കോസ്റ്റുകളും എന്ത് ക്ലാസിഫിക്കേഷനിലായിരിക്കും? എക്സ്പെൻസ് എന്ന ക്ലാസിഫിക്കേഷനിലായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ ബൈ എലമെൻറ്റ്. ബൈ എലമെൻറ്റ് നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, എക്സ്പെൻസസ് എന്നിങ്ങനെ 3 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ബൈ നേച്ചർ. ബൈ നേച്ചർ കോസ്റ്റിന് നമുക്ക് 2 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്. ഡയറക്റ്റ് കോസ്റ്റ് മീൻസ് ഡയറക്ട്ലി ലിങ്ക് ടു എ സ്പെസിഫിക് കോസ്റ്റ് യൂണിറ്റ് ഓർ കോസ്റ്റ് സെൻറ്റർ. നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിലേക്ക് പെർ യൂണിറ്റ് കോസ്റ്റായിട്ട് ഡയറക്റ്റ് ഈ ഒരു കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു പെൻ മാനുഫാക്ചർ ചെയ്യുന്നൊരു കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു പെന്നിന് എത്ര കോസ്റ്റായി, അല്ലെങ്കിൽ ഈ ഒരു പെന്നിലേക്ക് എനിക്ക് ഡയറക്റ്റ്ലി എന്തൊക്കെ കോസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ കോസ്റ്റ് സെൻറ്ററിലേക്ക് ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്യാൻ പറ്റുന്ന, ഡയറക്റ്റ്ലി അട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്ന കോസ്റ്റിനെയാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇതൊക്കെ ഇതിലാണ് നമ്മുടെ ഡയറക്റ്റ് കോസ്റ്റിലാണ് വരുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ മീൻസ് നമ്മളിപ്പോൾ ഈ ഒരു പെൻ ആണെങ്കിൽ ആ ഒരു പെൻ മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് ആയിരിക്കും നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കോസ്റ്റുകളൊക്കെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിലായിരിക്കും വരാം. അതുപോലെ ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്റ്റ്ലി വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് കൊടുക്കുന്ന വേജസ് നമുക്ക് ഡയറക്റ്റ് ലേബർ കോസ്റ്റിലായിരിക്കും വരാം. ഇത് കൂടാതെ ആ ഒരു സിംഗിൾ പ്രൊഡക്റ്റിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്പെസിഫിക് വർക്കിലേക്ക് നമുക്ക് വരുന്ന എക്സ്പെൻസുകൾ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസിലായിരിക്കും വരാം. ഇനി ഒരു ഡയറക്റ്റ് കോസ്റ്റുകളുടെ ടോട്ടലിനെ, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസിനെ നമ്മൾ വിളിക്കുന്നത് പ്രൈം കോസ്റ്റ് എന്നാണ്. ഇനി ഇതല്ലാതെ നമുക്ക് ഇൻഡയറക്ട്ലി വരുന്ന കുറേ കോസ്റ്റുകളുണ്ട്. അതായത് ഡയറക്റ്റ്ലി നമുക്കൊരു സ്പെസിഫിക് പ്രൊഡക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റിലേക്ക് ഡയറക്റ്റ്ലി അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റുകളെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആകും, ഇൻഡയറക്റ്റ് ലേബർ ആകാം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആകാം. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അല്ലെങ്കിൽ മെഷീൻ മെയിൻ്റനൻസിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, ഇതൊന്നും ഡയറക്റ്റ്ലി ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പാർട്ടാകുന്നില്ല. അപ്പോൾ ഇത് എന്താണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയലിലേക്കായിരിക്കും വരിക. അതുപോലെ നമ്മുടെ അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, സെക്യൂരിറ്റി സ്റ്റാഫ്, മാർക്കറ്റിംഗ്, സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, ഇവരൊന്നും ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്റ്റ്ലി ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങിലോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലോ ഇൻവോൾവ് ആകുന്നില്ല, പക്ഷേ ഇൻഡയറക്റ്റ്ലി ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ലേബറിലായിരിക്കും വരാം. ഇനി ഇത് കൂടാതെ നമുക്ക് കുറേയധികം എക്സ്പെൻസുകൾ വരും. നമുക്ക് അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ കുറേയധികം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ വരും. ഇതൊക്കെ നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന ക്ലാസിഫിക്കേഷനിലായിരിക്കും വരാം. ഇനി ഒരു ഇൻഡയറക്റ്റ് മെറ്റീരിയലിൻ്റെയും ഇൻഡയറക്റ്റ് ലേബറിൻ്റെയും ഇൻഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെയും ടോട്ടലിനെയും നമ്മൾ വിളിക്കുക ഓവർ ഹെഡ്സ് എന്നായിരിക്കും. ഇപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെ ഡയറക്റ്റ് കോസ്റ്റിൻ്റെ ടോട്ടലിനെ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പ്രൈം കോസ്റ്റ്. ഇനി ഇൻഡയറക്റ്റ് കോസ്റ്റുകളുടെ ടോട്ടൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണിത് ഓവർ ഹെഡ് കോസ്റ്റുകൾ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നൊരു ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ബൈ ഫങ്ഷൻ. ഫങ്ഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കോസ്റ്റിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൊഡക്ഷൻ കോസ്റ്റും വരുന്നുണ്ട്, നോൺ പ്രൊഡക്ഷൻ കോസ്റ്റും വരുന്നുണ്ട്. Cost of manufacturing or providing a service listed in cost of sales on the profit and loss statement. Production cost എന്ന് പറയുന്നത് എന്താണ്?
നമുക്കൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമുക്ക് വരുന്ന കോസ്റ്റാണിത് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത് നമ്മുടെ P&L കോസ്റ്റ് ഓഫ് സെയിൽസ് ആയിട്ട് നമുക്ക് വരുന്ന കോസ്റ്റാണ് ഈ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ കോസ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റ് കോസ്റ്റുകളെല്ലാം നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഇതെല്ലാം എന്താണ് പ്രൊഡക്ഷൻ കോസ്റ്റിൽ വരുന്നതാണ്. പ്ലസ് പ്രൊഡക്ഷൻ ഓവർഹെഡ്, അതായത് നമ്മുടെ ഫാക്ടറി ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വരുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബാക്കിയുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ നമുക്ക് എന്തിൽ ഇൻക്ലൂഡ് ചെയ്യാം, പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റാണ് ഇൻവെൻറ്ററി വാല്യുവേഷനിൽ എടുക്കുന്നത്. നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻവെൻറ്ററി വാല്യൂ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, പ്രൊഡക്ഷൻ കോസ്റ്റാണ്. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കോസ്റ്റുകളാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ടാകും, ഡയറക്റ്റ് ലേബർ ഉണ്ടാകും, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാകും. അതുകൂടാതെ പ്രൊഡക്ഷൻ ഓവർഹെഡ്, അതായത് പ്രൊഡക്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഫാക്ടറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ, അതിൽ വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡും ഉണ്ടാകും, ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡും ഉണ്ടാകും. നെക്സ്റ്റ് വരുന്നതാണ് നോൺ പ്രൊഡക്ഷൻ കോസ്റ്റുകൾ. ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലാതെ നമുക്ക് വരുന്ന നോൺ പ്രൊഡക്ഷൻ കോസ്റ്റുകൾ, അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസുകൾ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസുകൾ, ഫൈനാൻസ് കോസ്റ്റ്, ഇതൊക്കെയാണ് ഇതിൽ വരിക നമ്മുടെ നോൺ പ്രൊഡക്ഷൻ കോസ്റ്റിൽ വരിക. ഇത് നമ്മുടെ P&L സ്റ്റേറ്റ്മെൻറ്റിൽ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളൊരു എക്സ്പെൻസ് ആയിട്ടായിരിക്കും ഈ ഒരു നോൺ പ്രൊഡക്ഷൻ കോസ്റ്റുകൾ ചാർജ് ചെയ്യുക. അതുപോലെ ഇൻവെൻട്രി വാല്യുവേഷനിൽ എന്ത് കൺസിഡർ ചെയ്യില്ല, നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ് എടുക്കില്ല. ഇൻവെൻട്രി വാല്യുവേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്ത് മാത്രമായിരിക്കും, പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രമായിരിക്കും ഇൻവെൻറ്ററി വാല്യുവേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റും നോൺ പ്രൊഡക്ഷൻ കോസ്റ്റും വരുന്നത്. നെക്സ്റ്റ് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ബൈ ബിഹേവിയർ. ബൈ ബിഹേവിയർ നമുക്ക് കോസ്റ്റിന് മെയിൻലി ഒരു 4 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഫസ്റ്റ് വേരിയബിൾ കോസ്റ്റ്, സെക്കൻഡ് ഫിക്സഡ് കോസ്റ്റ്, തേർഡ് സ്റ്റെപ്പ് ഫിക്സഡ് കോസ്റ്റ്, ഫോർത്ത് സെമി വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് പ്രൊപ്പോർഷനേറ്റ്ലി വിത്ത് ആക്ടിവിറ്റി ലെവൽ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. പക്ഷേ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ആക്ടിവിറ്റി ലെവൽ ചേഞ്ച് ചെയ്യുന്നതിന് ഡയറക്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഇപ്പോൾ ഒരു പെൻ മാനുഫാക്ചർ ചെയ്യാനായിട്ട് എനിക്കൊരു $5 റോ മെറ്റീരിയൽ കോസ്റ്റ് വരാണെന്ന് വിചാരിക്കാം. ഒരു യൂണിറ്റിന് എനിക്ക് എന്ത് വന്നു, $5 റോ മെറ്റീരിയൽ കോസ്റ്റ് വന്നു. 10 യൂണിറ്റ് ആകുമ്പോൾ എത്രയാകും, $50 ആകും. 20 യൂണിറ്റ്സ് ആകുമ്പോൾ എത്രയാകും, $100 ആകും. അതായത് നമ്മുടെ ആക്ടിവിറ്റി ലെവൽ, നമ്പർ ഓഫ് യൂണിറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഡയറക്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസും ഡിക്രീസും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ പെർ യൂണിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 10 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തിയാലും 100 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ ആണെങ്കിലും 1000 യൂണിറ്റ്സ് ആണെങ്കിലും പ്രൊഡക്ഷൻ അത്രയും യൂണിറ്റ്സ് ഉണ്ടെങ്കിലും അതിൽ ഒരു യൂണിറ്റിൻ്റെ നോക്കുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, $5 ആയിരിക്കും. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ആക്ടിവിറ്റി ലെവൽ ചേഞ്ച് ചെയ്യുന്നതിന് ഡയറക്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ ഒരു വേരിയബിൾ കോസ്റ്റിൻ്റെ ടോട്ടൽ ചേഞ്ച് ആകുന്നുണ്ടായിരിക്കും. ഇതാണ് വേരിയബിൾ കോസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഫിക്സഡ് കോസ്റ്റ്. പേര് പോലെ തന്നെ ഇതൊരു പീരിയഡിലേക്ക് ഫിക്സഡ് ആണ്. അതായത് ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ഒരു പീരിയഡിൽ അല്ലെങ്കിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ഏത് ആക്ടിവിറ്റി ലെവൽ എടുത്താലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെൻറ്റ്, ഞാനൊരു ബിൽഡിംഗ് റെൻറ്റിന് എടുക്കുകയാണ്. ഞാൻ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും പ്രൊഡക്ഷൻ നടത്തിയാലും 1000 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്തിയാലും ഇനി ഞാൻ പ്രൊഡക്ഷൻ നടത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, റെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ റെൻറ്റ് ഇപ്പോൾ $10,000 ആണെങ്കിൽ ഏത് പീരീഡ് എടുത്താലും അല്ലെങ്കിൽ എത്ര പ്രൊഡക്ഷൻ ലെവൽ വന്നാലും 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും ടോട്ടൽ റെൻറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും, കോസ്റ്റ് ഫിക്സഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ റെൻറ്റ് ടോട്ടൽ നമുക്ക് ഫിക്സഡ് ആണ്. നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും അതെന്താണ്, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് ഫിക്സഡ് കോസ്റ്റ് വരിക. ഇനി അതിൻ്റെ പെർ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ
100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ള പെർ യൂണിറ്റ് കോസ്റ്റിലും 1000 യൂണിറ്റ്സിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും ആ ഒരു പെർ യൂണിറ്റ് നമുക്ക് അവിടെ ആക്ടിവിറ്റി ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും പെർ യൂണിറ്റ് കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ഡിക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ നമുക്ക് എന്തായിരിക്കും ഏത് ആക്ടിവിറ്റി ലെവൽ വന്നാലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷെ പെർ യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ആക്ടിവിറ്റി ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പെർ യൂണിറ്റ് കോസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റെപ്ഡ് ഫിക്സഡ് കോസ്റ്റ്. പേര് പോലെ തന്നെ ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഫിക്സഡ് കോസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. ഫിക്സഡ് കോസ്റ്റ് വിത്തിൻ എ റേഞ്ച് ബട്ട് ഇൻക്രീസസ് അറ്റ് ഹയർ ആക്ടിവിറ്റി ലെവൽ. സ്റ്റെപ്പ് ഫിക്സഡ് കോസ്റ്റിൻ്റെ കേസ് വരുമ്പോൾ ഒരു സർട്ടേൺ ലെവൽ വരെ കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. ആ ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് ലെവൽ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 1000 യൂണിറ്റ്സ് വരെ എനിക്ക് കോസ്റ്റ് ഒരു 1000 ആണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും 500 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും എനിക്ക് ഫിക്സഡ് കോസ്റ്റ് ഒരു 10,000 ആയിരിക്കും. അതായത് ഫസ്റ്റ് 1000 യൂണിറ്റ്സ് വരെ ഫിക്സഡ് കോസ്റ്റ് 10,000 ആണ്. ദെൻ ഞാൻ നെക്സ്റ്റ് 2000 യൂണിറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ 1000 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ആയി നെക്സ്റ്റ് ലെവലിലേക്ക് പോകും 20,000 ആയി. അപ്പോൾ 1000 വരെ എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും ഫിക്സഡ് കോസ്റ്റ് 10,000 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് എബവ് 1000 വന്നു കഴിഞ്ഞാൽ 1200 ആണെങ്കിലും 1500 ആണെങ്കിലും ഒരു 2000 വരെ എനിക്ക് എന്തായിരിക്കും നെക്സ്റ്റ് ലെവൽ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. ഒരു സർട്ടേൺ ലെവൽ വരെ ഫിക്സഡ് ആയിരിക്കും. അതിനുശേഷം നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും ഫിക്സഡ് കോസ്റ്റും നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. ദെൻ നെക്സ്റ്റ് 2000 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെവൽ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ആയി മേ ബി ഒരു 30,000 ആകുന്നു. ദെൻ നെക്സ്റ്റ് 3000 വരെ എത്ര ഇപ്പോൾ 2500 ആണെങ്കിലും 2200 ആണെങ്കിലും ഒരു സർട്ടേൺ ലെവലിൽ എന്തായിരിക്കും ഇത് ഫിക്സഡ് ആയിരിക്കും. ആ ഒരു ലെവൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഫിക്സഡ് കോസ്റ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ഫിക്സഡ് കോസ്റ്റിൽ ആക്ടിവിറ്റി ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാകും. അതാണ് സ്റ്റെപ്പ് ഫിക്സഡ് കോസ്റ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൻ്റെയും വേരിയബിൾ കോസ്റ്റിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണ്. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ടാകും ഫിക്സഡ് കോസ്റ്റും ഉണ്ടാകും വേരിയബിൾ കോസ്റ്റും ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് എന്തായിരിക്കും അവിടെ ഒരു ഫിക്സഡ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തിയില്ലെങ്കിൽ പോലും നമുക്ക് എന്തുണ്ട് ഒരു ഫിക്സഡ് കോസ്റ്റ് അവിടെയുണ്ട്. പ്ലസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ യൂണിറ്റ്സിനും എന്തായിരിക്കും ഒരു ചാർജ് ഉണ്ടായിരിക്കും. പെർ യൂണിറ്റ് ഒരു ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഫിക്സഡ് കോസ്റ്റും വരുന്നുണ്ട് വേരിയബിൾ കോസ്റ്റും വരുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ത് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ സെമി വേരിയബിൾ കോസ്റ്റിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഒരിക്കലും 0 ആയിരിക്കില്ല സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മുടെ പ്രൊഡക്ഷൻ 0 ആണെങ്കിൽ പോലും നമുക്ക് അവിടെ എന്തുണ്ട് ഒരു ഫിക്സഡ് ചാർജ് ഉണ്ട്. പ്ലസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ നടത്തുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പെർ യൂണിറ്റിന് ഒരു വേരിയബിൾ കോസ്റ്റും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിൻ്റെയും വേരിയബിൾ കോസ്റ്റിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണിത് സെമി വേരിയബിൾ കോസ്റ്റ് വരെ. അതിൻ്റെ പെർ യൂണിറ്റ് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ആക്ടിവിറ്റി ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പെർ യൂണിറ്റ് കോസ്റ്റ് നമുക്ക് ഡിക്രീസ് ചെയ്ത് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയുമാണെന്ത് നമ്മുടെ കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. നമുക്ക് എലമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് കോസ്റ്റിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, ലേബർ ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്. അതുപോലെ നേച്ചറിനെ ബേസ് ചെയ്ത് ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റുമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബൈ ഫംഗ്ഷൻ പ്രൊഡക്ഷൻ കോസ്റ്റും നോൺ പ്രൊഡക്ഷൻ കോസ്റ്റുമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബൈ ബിഹേവിയർ നമുക്ക് വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, സ്റ്റെപ്പ് ഫിക്സഡ് കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ് ആണ് വരുന്നത്. ഇനി ഇതിൽ ഡയറക്റ്റ് കോസ്റ്റുകളുടെ ടോട്ടലിനെ നമുക്ക് പ്രൈം കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് കോസ്റ്റുകളുടെ ടോട്ടലിനെ ഓവർഹെഡ് കോസ്റ്റ് എന്നും നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ്റെ ഒരു റാപ്പിഡ് റിവിഷൻ ആയിരുന്നു നമ്മൾ നോക്കിയത്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറച്ചൊരു ഹൈലോ മെത്തേഡ് എന്ന് വരുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ സ്റ്റഡി ഹബ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.